ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു ചെറിയൊരു ഗാർഡൻ ടൂറാണ് കേട്ടോ. എല്ലാവർക്കും ഗാർഡൻ ടൂർ ഇഷ്ടമായിരിക്കും അല്ലേ. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ എൻ്റെ കോഴിക്കോടുള്ള എൻ്റെ വീട്ടിലാണ്. തൊട്ടടുത്ത് നമ്മുടെ വലിയച്ഛന്മാരുടെ വീടൊക്കെയാണ്. അപ്പോൾ അവിടെ അവർ നന്നായിട്ട് ചെടികൾ വളർത്തുന്ന ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ ഇവിടെയുള്ള ചെറിയൊരു സെറ്റപ്പ് ഒക്കെ കാണിച്ചു തരാം. ഒരുപാട് എക്സ്പെക്ടേഷൻസ് ഒന്നും വേണ്ട, പക്ഷെ നല്ല ഭംഗിയാണ്, നല്ലൊരു ഗ്രീനറിയാണ് ഇവിടെ കാണാനുള്ളത്. എനിക്ക് എല്ലാവർക്കും പൂക്കളും ചെടികളൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ ഇവിടെയുള്ളൊരു അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളും ചെറിയ രീതിയിൽ എങ്ങനെയാണ് ഇവർ ചെയ്തിട്ടുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പം നമുക്ക് പെട്ടെന്നൊന്ന് കണ്ടു നോക്കിയാലോ. ഇവിടെ മുതലാണ് നമ്മുടെ വെല്ലിച്ചൻ്റെ വീട്ടിലോട്ടുള്ളൊരു എൻട്രൻസ്. സൈഡിലായിട്ട് ഇങ്ങനെ ഒരു ഡ്യൂറാൻറ്റ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബോർഡർ ഹെഡ്ജൊക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് ആയിട്ടുള്ളൊരു ചെടിയാണ് കേട്ടോ. അപ്പോൾ ഇത് കുത്തി പിടിപ്പിക്കുമ്പോൾ ഞാനുണ്ടായിരുന്നു. മദർ പ്ലാന്റ്സിന് കട്ട് ചെയ്തിട്ട് ഇവിടുത്തെ വെല്ലിച്ചൻ്റെ വൈഫായിട്ടുള്ള നമ്മളെ ഭാഗ്യേൻ്റെ ഭാഗ്യപ്പാപ്പി സ്വന്തം ഭാഗ്യമ്മ ഇവരാണ് ഇതൊക്കെ നോക്കി നടത്തുന്നത് കേട്ടോ. അപ്പോൾ അവരൊക്കെ പിന്നെ ഞാൻ കാണിക്കാം ഡീറ്റെയിൽ ആയിട്ട്. അതിപ്പോഴല്ല, ഒരു വ്ളോഗ് പോലെ ഞാൻ ചെയ്യാൻ വിട്ട ചേച്ചിമാരും ചേട്ടന്മാരും അനിയന്മാരൊക്കെ വരുന്ന ശേഷം ഇന്നിപ്പോൾ എല്ലാവരും ഇല്ല ഇപ്പോൾ ഇവിടെ. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊരു വേറൊരു വ്ളോഗായിട്ട് ചെയ്യാമെന്ന്. അപ്പോൾ ഇവിടെ ഒരു പോലെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അതാണ് ഏറ്റവും ഒരു ഹൈലൈറ്റ് കേട്ടോ. നല്ല ഭംഗിയാണ്. ഈ വൈറ്റ് മതിലിനെക്കാട്ടിയും ഭംഗി തോന്നുന്നത് ശരിക്കും ഇതാണ്. പില്ലേഴ്സ് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ ലൈറ്റിങ്സ് കൊടുത്തിട്ടുണ്ട്. ശരിക്കും നൈറ്റിൽ അടിപൊളി ഒരു സീൻ തന്നെയാണ് കേട്ടോ. ഇത് ശരിക്കും നല്ല ഭംഗിയാണ് കാണാൻ. ആദ്യം ഈ വീടിൻ്റെ ഒരു ഫ്രണ്ട് സൈഡ് ഇതല്ലായിരുന്നു, ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരുന്നു. പിന്നെയാണ് ഇപ്പോൾ കുറച്ചായിട്ടുള്ള 3-4 ഇയേഴ്സ് ആയിട്ടുള്ള ജസ്റ്റ് അങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അപ്പോൾ ബാക്ക് സൈഡിലും നിറയെ ചെടികളുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒരു ഓവർവ്യൂ മാത്രമാണ് ഇപ്പോൾ ഞാൻ ഇങ്ങനെ കാണിക്കുന്നത്. ബിഗിനിങ്ങിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഒരു ബോർഡർ ഗ്രാസ് ആയിട്ട് വെച്ചിട്ടുള്ള അത് ആ ഒരു മദർ പ്ലാന്റ് ആണ് കേട്ടോ. ഇത് ഇതിൽ നിന്നാണ് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒക്കെ ഹെഡ്ജൊക്കെ ആക്കി വെക്കാം. അപ്പം ബെസ്റ്റ് ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ്. നല്ല ബോൾ ഷേപ്പിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി കട്ട് ചെയ്തൊന്ന് ട്രിം ചെയ്ത് സെറ്റ് ആക്കണം, എന്നാലും നല്ല ഭംഗിയാണ്. ഇനി നെക്സ്റ്റ് നമ്മൾ ഈ എൻട്രൻസിൻ്റെ ഒരു പോർഷൻ, അതായത് ഇതൊരു സിറ്റ് ഔട്ട് ഏരിയ ആണ്. ഈ സിറ്റ് ഔട്ട് ഏരിയ എന്ന് പറയുന്നത് ഇങ്ങനെ നല്ല നീളത്തിൽ നിൽക്കുകയാണ്. രണ്ട് സൈഡിലും ഒരു കുട്ടി പില്ലർ എന്ന് പറയാൻ പറ്റില്ല, ജസ്റ്റ് ആ എൻട്രൻസിൻ്റെ അവിടെ ഒരു ചെറിയൊരു സ്പേസ് ചെടികളൊക്കെ വെക്കാൻ പറ്റുന്ന. അപ്പോൾ പെൻറ്റാനസ് ചെടിയാണ് വെച്ചിട്ടുള്ളത്. അപ്പം അത്യാവശ്യം നന്നായിട്ട് തൈകളൊക്കെ ഒരുപാടെണ്ണം വന്നിട്ടുണ്ട്. നല്ല ഭംഗിയാണത് കാണാൻ വേണ്ടിയിട്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് എക്സ്കോളിമയാണ്. എക്സ്കോളിമ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചെടിയാണ്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം. അടിയിൽ ഇങ്ങനെ ഒരു മെറൂൺ ഷെയ്ഡൊക്കെ ഉള്ളൊരു ചെടി. ഈ ഒരു ചെടിയിൽ നിന്ന് ഞാൻ പണ്ടൊരു കട്ടിങ്സ് കൊണ്ടുപോയിട്ട് എൻ്റെ വീട്ടിലിപ്പോൾ നിറയെ ഉണ്ട് കേട്ടോ. പക്ഷെ അത് ഒരുപാട് പ്രായമായിട്ടുണ്ട്. പക്ഷേ ഇപ്പം വരുന്ന ഇലകളൊക്കെ ഇങ്ങനെ കുറച്ച് ഡാർക്ക് ഗ്രീൻ ആയിട്ട് ഒരു പ്രത്യേക ഒരു ഷെയ്ഡാണ് ഇതിന്. ഒരു പിങ്ക് ഷെയ്ഡൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം പ്രായം കൂടുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ലൈറ്റിങ്ങിൻ്റെ ഇതാണോ എന്ന് അറിയില്ല. പ്രൂൺ ചെയ്ത ഒരു ബ്രാഞ്ചിൽ നിന്നാണ് അങ്ങനെ ഒരു കളർ ഡിഫറൻസ്. ഏതായാലും ഞാനത് ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. ഇനി നെക്സ്റ്റ് നമ്മുടെ മെലസ്റ്റോമ ഒരുപാട് പൂക്കളൊന്നും ഇപ്പം ഇല്ല, ഉണ്ടായിരുന്നു ഇഷ്ടം പോലെ. ഓൾറെഡി ഞാനൊരു വീഡിയോ എൻ്റെ വീട്ടിലുള്ളത് ഞാൻ ചെയ്തിട്ടുണ്ട്, ഒന്ന് കണ്ടു നോക്കാം കേട്ടോ അത്. പിന്നെ അടുത്തത് നമ്മുടെ തുജ പ്ലാന്റിൻ്റെ ചെറുതാണിത്, കണ്ടില്ലേ, ഇത്രയും ചെറുതാണ്. അത് വലുതായി കഴിഞ്ഞാലുള്ളൊരു സ്റ്റേറ്റാണ് ഇപ്പം നമ്മൾ നേരത്തെ കണ്ടത്. അപ്പോൾ ഇതിപ്പോൾ എൻ്റെ വീട്ടിലുള്ളത് ഞാൻ ജസ്റ്റ് ഒരു കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് കാണിച്ചാൽ കേട്ടോ. വലുതായി കഴിഞ്ഞാൽ അങ്ങനെയായിരിക്കും ഉണ്ടാവും. അടുത്തത് വളരെ മനോഹരമായിട്ടുള്ളൊരു പ്ലാന്റ് ആണ്, നല്ലൊരു പൂ തരുന്നത്. ട്യൂറിനേറ സ്യൂബ്യുലാറ്റ എന്നാണ് ഇതിൻ്റെ ഒരു പേര്. അപ്പം ഈ ഒരു പ്ലാന്റ് എൻ്റെ കയ്യിലില്ല കേട്ടോ. അത് നല്ലൊരു ചെറിയൊരു കഷ്ണം അടിച്ച് മാറ്റണം. ഇനി നെക്സ്റ്റ് നമ്മുടെ ബ്രോഡ് ലീഫ് ലേഡി പാമാണ്, ബാംബൂ പാം എന്നൊക്കെ പറയുന്ന വളരെ മനോഹരമായിട്ടുള്ളൊരു ചെടിയാണ്. ഇത് അവരെ ഈ ഒരു പാസേജ് ഉണ്ട്, ആ പാസേജിൻ്റെ മേലെ ഒരു പ്ലാസ്റ്റിക് ചട്ടിയിലാണ് വെച്ചിട്ടുള്ളത്. അടിയിലൊരു ഇങ്ങനെ വെള്ളം പോകാനുള്ളൊരു ഇതുണ്ട്. അടുത്ത ചെടിയിൽ പൂക്കളുണ്ടാവുന്ന ഒരു ചെടിയാണ് കേട്ടോ. പിന്നെ നെക്സ്റ്റ് ഒരു സ്നേക്ക് പ്ലാന്റ് ആണ്. സ്നേക്ക് പ്ലാന്റും ഒരുപാട് തൈകളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അടുത്തത് കാണിക്കുന്ന ഫിലോഡെൻഡ്രോൺ ആണ്. ഗോൾഡൻ കളർ, ലെമൺ ലൈം, നിയോൺ ഗ്രീൻ ഒക്കെ പറഞ്ഞിട്ടുള്ള എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള എല്ലാവർക്കും അറിയുന്നൊരു ചെടി. വീണ്ടും ഒരു തുജ തന്നെയാണ് കാണിക്കുന്നത്. നെക്സ്റ്റ് നമ്മുടെ ലിപ്സ്റ്റിക് എഗ്ലോണിമ എന്നൊക്കെ പറയുന്ന നല്ലൊരു ചെടി. ഒരുപാട് തൈകളൊക്കെ പെട്ടെന്ന് ഉണ്ടാവുന്ന ഒരു ചെടിയാണ് കേട്ടോ ഇത് നല്ല ഭംഗിയാണ് കാണാൻ. നെക്സ്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഗോൾഡൻ പോത്തോസ് ആണ്. അതിനൊരു സ്റ്റിക്കൊക്കെ വെച്ചിട്ട്, ഒരു മോസ്റ്റിക്കൊക്കെ വെച്ചിട്ട് അതിൻ്റെ അകത്താണ് ഇങ്ങനെ പടർത്തിയിട്ടുള്ളത്. നന്നായിട്ട് ബുഷായിട്ട് ഉണ്ടായിട്ടുണ്ട്. അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത് നമ്മൾ ഓൾറെഡി ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു സൈപ്രസ് ചെടികളെ പറ്റിയിട്ട്. അതിലൊരു ബ്ലൂ ഷെയ്ഡിലുള്ളൊരു ചെടി ഞാൻ കാണിക്കുന്നുണ്ട്. വളരെ സോഫ്റ്റ് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ള ചെടി. അത് ശരിക്കും ഇങ്ങനെ ആവും കേട്ടോ. ഇതാണ് ആ ചെടി എൻ്റെ വീട്ടിലുള്ളത്. ജസ്റ്റ് കാണിച്ചു തരാണ് എങ്ങനെയാണ് അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് വരിക. നമ്മൾ നന്നായിട്ട് മണ്ണിലൊക്കെ ആണ് നടുന്നത് വെച്ചാൽ അത്യാവശ്യം ഇങ്ങനെ വലുപ്പം വെക്കും. ഇപ്പോൾ കുറച്ച് റഫാണ് കേട്ടോ. ഇതിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ് ഇല്ല. നമ്മൾ തൊടുമ്പം അത്രയൊരു സോഫ്റ്റ്നെസ് അതിൻ്റെ ടിപ്പിലില്ല കേട്ടോ. ഇനി ആ സിറ്റ് ഔട്ട് ഏരിയയുടെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ പെൻറ്റാനസ് ചെടി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതും ഒരു പൂ ഇടുന്നൊരു ചെടിയാണ്. അതിൻ്റെ ഇടയിൽ സിങ്കോണിയം വാൻഡ്ലാൻഡി എന്ന് പറഞ്ഞിട്ടൊരു ചെടി അതിൻ്റെ ഇടയിലൊക്കെ മിസ്സായി പോയിട്ടോ. ഞാൻ വേഗം എടുത്തു പോയതാണ്. പിന്നെ ഒരു എഗ്ലോണിയം ഉണ്ട്. ഇതൊരു കോളിയസ് ചെടിയാണ്. ഇതും നല്ല ഭംഗിയുള്ളൊരു കളറാണ്. നല്ല ബുഷാക്കി വെച്ചാൽ നല്ല ഭംഗിയുണ്ടാവും. നെക്സ്റ്റ് എഗ്ലോണിമേൻ്റെ വളരെ ഒരുപാട് തൈകളുണ്ട് കേട്ടോ അതിൻ്റെ അകത്ത്. നല്ലൊരു കളറാണ്, ഒരു പിങ്കും ആ ഒരു ഗ്രീൻ ഷെയ്ഡും. അടുത്തതൊരു ബിഗോണിയാണ്. ബിഗോണിയ നല്ലൊരു കളറാണ് കേട്ടോ. നല്ലൊരു ഗ്ലേസിംഗ് ഉള്ള, നന്നായിട്ട് ബുഷാക്കിയിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ഒരു കോളിയസ് ആണ്. കോളിയസിൻ്റെ 2 വെറൈറ്റി ഇവിടെയുണ്ട്.
വീണ്ടും നമുക്ക് എഗ്ലോണിമേനെ നേരത്തെ കണ്ട ആ തൈകൾ തന്നെ വീണ്ടും അത് മാറ്റി വേറൊരു ചട്ടിയിലേക്ക് ആയിട്ട് വീണ്ടും ഒരു കോളീസ് ഉണ്ട്. നെക്സ്റ്റ് വീണ്ടും നമ്മുടെ എഗ്ലോണിമയാണ്. അപ്പം ഇങ്ങനെ നല്ല ഭംഗിയാണ് ശരിക്കും. ഈ ഒരേ ചെടികൾ തന്നെ സ്പ്രെഡ് ചെയ്ത് വെക്കുമ്പോഴാണ് കൂടുതൽ നന്നായി. ഇത് എനിക്കറിയില്ല കേട്ടോ ഈ ഒരു ചെടി. ഇതൊരു സ്പൈഡർ പ്ലാന്റ് ആണ്. ഈ ഒരു ഭാഗത്തുള്ളൊരു സെറ്റപ്പൊക്കെ ഇതാണ്. ഇനി നെക്സ്റ്റ് ഈ ഒരു ഭാഗത്തേക്കൊക്കെ ഇഷ്ടം പോലെ പൂച്ചെടികളുണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാം പോയിട്ടോ, കുറേ എണ്ണം ഉണ്ടായിരുന്നു. നന്നായിട്ട് പൂക്കളും ഉണ്ടാകും. ഇതിപ്പോൾ ഒരു തെച്ചിയാണ്, പൂത്ത് നിൽക്കുന്നില്ല, നിറയെ പൂക്കളുണ്ടായിരുന്നു. പിന്നെ പെൻറ്റാസ് ഉണ്ട്. ഒരു ചെമ്പരത്തി, നല്ല മഞ്ഞ ചെമ്പരത്തി. ഇതൊരു ഹൈബ്രിഡ് വെറൈറ്റിയാണ് കേട്ടോ, അത്യാവശ്യം നല്ല വലിയ പൂക്കൾ തന്നെയാണ്. പിന്നെ നെക്സ്റ്റ് റോസൊക്കെ കൊലയായിട്ട് ഉണ്ടായിരുന്നു, കാണാൻ മാത്രം ഉണ്ടായിരുന്നു, പൊക്കല്ലേ. അപ്പോൾ ഞാൻ വന്നപ്പോൾ ഒന്നുമില്ല. നെക്സ്റ്റ് നമ്മളെ ലില്ലി, അതിൻ്റെ പിങ്കാണ്. ഇതിൻ്റെ വൈറ്റ് ഞാൻ കാണിക്കുന്നുണ്ട് കുറേ മുമ്പ്. ഇത് നമുക്കെല്ലാവർക്കും അറിയുന്ന നിത്യകല്യാണി. പിന്നെ തെച്ചീൻ്റെ ചെറിയൊരു മിനിയേച്ചർ വെറൈറ്റിയാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പൂച്ചെടിയാണ് കേട്ടോ അത്. ഒരു മഞ്ഞ കളറുള്ള നല്ല ഭംഗിയാണ്. എൻ്റെ ഗാർഡൻ ടൂറിൽ ഞാനിത് കാണിക്കുന്നുണ്ട്. വിൻ്റർ ജാസ്മിൻ ഒറ്റയാണ് തോന്നുന്നത് ഇതിൻ്റെ പേര്. അത് എത്ര ഷുവർ അല്ല, അറിയാവുന്നവരൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതെല്ലാവർക്കും അറിയുന്ന യൂഫോബിയ, നല്ലൊരു ഡബിൾ ഷെയ്ഡ് വരുന്നൊരു കളറാണ്. ഇനി നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് വാക്സ് പാം ആണ്. ലിപ്സ്റ്റിക് പാം, റെഡ് പാം എന്നൊക്കെ പറയുന്ന നല്ല മനോഹരമായിട്ടുള്ള, നമുക്ക് ശരിക്കും നല്ലൊരു സൈറ്റ് തന്നെയാണ് ശരിക്കും ആ ഒരു ചെടി ഉണ്ടെങ്കിൽ. പിന്നെ ഈ ഒരു ചെടീൻ്റെ പേര് എനിക്കറിയില്ല. ഇത് വീണ്ടും നമ്മളെ നിത്യകല്യാണി. ഇവിടെ ഇപ്പോൾ ഒരു തെങ്ങാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ താഴെ ഭാഗത്തായിട്ട് ഈ കടലച്ചെടിയില്ലേ, കുള്ളൻ ചെടിയായിട്ടുള്ള കടലച്ചെടിയാണ് നിറയെ പടർത്തിയിരിക്കുന്നത്. അതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് പെറ്റൂണിയില്ലേ, നാടൻ പെറ്റൂണിയ, വയലറ്റ് കളറുള്ള, അതൊക്കെ ഉണ്ട് കേട്ടോ. നെക്സ്റ്റ് ഒരു PVC പൈപ്പിൻ്റെ അകത്ത് ഒരു റുസെല്ലിയ എന്ന് പറഞ്ഞിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ളൊരു ചെടി വെച്ചിട്ടുണ്ട്. ഫയർ ക്രാക്കർ പ്ലാന്റ് എന്നൊക്കെ പറയും. അതിൻ്റെ തറ്റത്ത് നല്ലൊരു ചുവപ്പ് ട്യൂബുലർ ഷേപ്പുള്ളൊരു ഫ്ലവറാണ് ഇരിക്കുന്നത്. നല്ല ഭംഗിയാട്ടോ അത് കാണാൻ വേണ്ടി. നെക്സ്റ്റ് ഒരു റിയോ പ്ലാന്റ് ആണ്. അത് നിറച്ചിങ്ങനെ പടർത്തി വിട്ടിട്ടുണ്ട് തെങ്ങിൻ്റെ താഴെ തന്നെ തടത്തിൽ. പിന്നെ ഒരു എൻഡ് മുതൽ എൻഡ് വരെ ഷെഫ്ലേറ പ്ലാന്റ് ആണ്. ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ മുമ്പേ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതും ഒറ്റ പ്ലാന്റിൽ നിന്നാണ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് കട്ടിങ്സ് വഴി ഇങ്ങനെ പടർത്തി വിട്ടിട്ടുള്ളത്. അപ്പം നിങ്ങൾ കാണുന്നതൊക്കെ ഇതിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഒരുപാട് നാടൻ ചെടികളും അതുപോലെ തന്നെ ഇപ്പോഴത്തെ പുതിയ വെറൈറ്റീസൊക്കെ നിങ്ങൾ കാണുന്നുണ്ട്. ഇതൊന്നും ഇങ്ങനെ പൈസ കൊടുത്ത് നഴ്സറിയിൽ നിന്ന് അങ്ങനെ മേടിച്ചു കൊണ്ടോന്നൊന്നുമല്ല. പല സ്ഥലങ്ങളിൽ നിന്നായിട്ടും പോയിട്ട് കട്ടിങ്സൊക്കെ എടുത്തിട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുത്താണ്. ഇപ്പോഴാണ് പിന്നെയെങ്കിലും കുറച്ച് നഴ്സറീസ് നിന്നൊക്കെ വാങ്ങിച്ചു തുടങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ പുതിയ വെറൈറ്റീസ്, ഹൈബ്രിഡൊക്കെ ആയിട്ടുള്ള വെറൈറ്റീസ്. പിന്നെ പറയാനുള്ളത് ഇന്നൊന്നിലും തുടങ്ങിയ സംഭവമൊന്നുമല്ല. ഞാനൊക്കെ കുറച്ച് കാലമായിട്ടേ ഉള്ളൂ ശരിക്കും ചെയ്യാൻ തന്നെ തുടങ്ങിയിട്ട്. പക്ഷേ ഇവരൊക്കെ 10-30 വർഷത്തെ ഒരു എക്സ്പീരിയൻസ് തന്നെ ഇവരൊക്കെ ഉണ്ട്. കണ്ടാൽ തന്നെ അറിയാം ചെടികളെ പഴക്കം. ഈ ഒരു ചെടികളൊക്കെ, എല്ലാ ചെടികളും ഇതിൽ ഞാൻ കാണിക്കാം. മെഡ്രാസ് മുല്ലയൊക്കെ വളരെ വലിയതായിട്ടുണ്ട്. അതൊക്കെ ഒരുപാട് വർഷം. ഇതൊക്കെ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ചെമ്പരത്തി, ഇതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ല. നാടൻ ചെമ്പരത്തി അധികം വെളിച്ചെണ്ണയ്ക്കൊക്കെ ഞാൻ ഓടി ഇവിടേക്ക് വന്നിട്ട് ഇവിടുന്ന് പൊട്ടിച്ചിട്ടാണ് കൊണ്ടുപോവുക വെളിച്ചെണ്ണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഒന്നും നല്ല ഇഷ്ടംപോലെ പൂക്കളും ഉണ്ടാവും. അടുത്തത് മഞ്ഞ അരിപ്പൂവുണ്ട്. അത് അത്യാവശ്യം നന്നായിട്ട് നീളിച്ച് പോയിട്ടോ. ഇനിയിപ്പോൾ നന്നായിട്ട് പ്രൂണൊക്കെ ചെയ്യണം. നെക്സ്റ്റ് നമ്മളെ ഡെയ്സി പ്ലാന്റ്, നല്ലൊരു ഷെയ്ഡാണല്ലേ ഈ ഒരു കളർ. കണ്ണിന് നല്ലൊരു സുഖമാണ് ഇതെന്ന് കാണുമ്പം തന്നെ. നെക്സ്റ്റ് നമ്മുടെ തുളസി ഉണ്ട്, ഇഷ്ടം പോലെ തുളസി ഉണ്ട്. പിന്നെ അരിപ്പൂവിൻ്റെ വേറൊരു ഷെയ്ഡ്. നെക്സ്റ്റ് ഒരു ഗോൾഡൻ മിൽക്കി പ്ലാന്റ്, നമ്മുടെ ഡ്രസീനിയയിൽ വരുന്ന ഒരു ടൈപ്പാണ് കേട്ടോ. പിന്നെ ഇത് നാടൻ റോസാണ്. ഈ ഒരു റോസാണ് ഞാൻ പറഞ്ഞ കൊലയായിട്ട് ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പം നോക്കുമ്പോൾ ഒന്നുമില്ല. അവിടെയും കുറച്ച് അരിപ്പൂവുണ്ട്. പിന്നെ നെക്സ്റ്റ് നമ്മുടെ അടീനിയമാണ്. അടീനിയം കണ്ടില്ല, ഒരുപാട് കാലത്തെ പഴക്കമുണ്ട് കേട്ടോ ഈ ഒരു ചെടിക്ക്. അപ്പോൾ ഇത് നല്ല നീളിച്ച് പോയതായിരുന്നു. അപ്പോൾ ആൻറ്റി ഒരു ചെറിയ കഷ്ണം കട്ട് ചെയ്തിട്ട് അപ്പോൾ അതിന് തളിർപ്പൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വയലറ്റ് ഷെയ്ഡായിട്ടുള്ളൊരു ഫ്ലവറാണ്. അതിൻ്റെ പേര് പാർവതി എന്നൊക്കെയാണ് പറയണത്. പക്ഷേ ഇതിൻ്റെ ഒരു പേര് ബെർലേറിയ ക്രിസ്റ്റാറ്റ എന്നൊക്കെയാണ് തോന്നുന്നു, നെറ്റിലൊക്കെ നോക്കിയപ്പം കണ്ടത്. ഇതിൻ്റെ ഒരു വൈറ്റ് ഷെയ്ഡ് നമ്മൾ തൊട്ട് മുമ്പായിട്ട് കാണിക്കുന്നുണ്ട്. അടുത്തത് വളരെ ഫെമിലിയർ ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മളെ കോഴിപ്പൂവ്, സെലോസിയ, വെൽവെറ്റ് ഫ്ലവർ, കോക്സ്കോംബ്, സെലോസിയ ക്രിസ്റ്റാറ്റ എന്നൊക്കെ പറയുന്ന വളരെ മനോഹരമായിട്ടുള്ള ചെടിയാണ്. ഇതിപ്പോൾ ശരിക്കും പറയുകയാണെന്ന് വെച്ചാൽ മൊത്തമായിട്ട് പോയി കേട്ടോ, ഒക്കെ കേടായിപ്പോയി. ഇതെങ്ങനെ എല്ലായിരുന്നു ഇതിൻ്റെ ഒരു ടെക്സ്ചറും കാര്യങ്ങളും, നല്ല വെൽവെറ്റ് ആയിട്ട് നല്ല ഭംഗിയായിരുന്നു കാണാൻ. വൈനിങ് ആയിട്ടുള്ള ഒരു ചെടി കൂടി ഇതിൻ്റെ മേലെ കൂടെ പടർത്തി വിട്ടിട്ടുണ്ട്. ഈ ഒരു സ്ഥലത്തൊരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ. ശരിക്കും ഓർമ്മകളാണ് തന്നെ പറയാം. ഞങ്ങളെല്ലാവരും ചെറുപ്പത്തിൽ പഠിക്കുന്നൊരു ഏരിയ ആയിരുന്നു. ഇവിടെ എല്ലാവരും കൂടി ഇവിടെ ഇരുന്നിട്ടാണ് എല്ലാവരും പഠിക്കുക. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകത കൂടെ ഉണ്ട് ഈ ഒരു സ്ഥലത്തിന്. അപ്പം ഇവിടെയും എല്ലാ ചെടികളും കട്ടിങ്സൊക്കെ ആയിട്ട് ഇങ്ങനെ പടർന്ന് പിടിച്ച് പെറ്റൂണിയ, പെൻറ്റാസ്, അങ്ങനെയുള്ള കറ്റാർവാഴ ഇങ്ങനെയൊക്കെ ബാക്ക് സൈഡിലായിട്ട് വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് നമുക്ക് ചെടിയൊക്കെ അടുക്കളയിൽ നിന്ന് വരുന്ന വേസ്റ്റുകളൊക്കെ ഇതിലേക്കാണ് പോവുക. ഇവിടെയാണ് ഇട്ട് കൊടുക്കുക. അത്യാവശ്യം നന്നായിട്ട് പൂക്കളും തരും. നന്നായിട്ട് വെയിൽ കിട്ടുന്ന ഒരു ഏരിയയാണ് തെച്ചി. അങ്ങനെ ഒരുപാട് ഉണ്ട്. കെലേഡിയം വെച്ചിട്ടുണ്ട്. പിന്നെ എപ്പീഷ്യ കണ്ടോ, എപ്പീഷ്യ നല്ല ഭംഗിയുണ്ട് അല്ലേ, റെഡ് ഫ്ലവറായിട്ട് നിറയെ ഹാങ് ചെയ്ത് നിൽക്കുന്നുണ്ട്. പിന്നെ ഇത്
ക്രീപ്പിംഗ് ചാർലി ഇതാ അത് നല്ല ഭംഗിയാണ് അല്ലേ, ശരിക്കും നമ്മളെ പുതിനയുടെ ഇലകളൊക്കെ സാമ്യമുള്ളൊരു ചെടിയാണ് കേട്ടോ. പിന്നെ ഇതാ സിങ്കോണിയം വാൻലൻഡി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചെടി. വീണ്ടും പച്ചമുളക് നിറയെ പച്ചമുളക് ഉണ്ടായിരുന്നു, ഇപ്പം കുറവാണ്. ഇതാ പെൻറ്റാസിൻ്റെ നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ അത് നേരത്തെ കാണിച്ചത്. പിന്നെ ചെമ്പരത്തി നല്ല രസമുണ്ട്, പിങ്ക് ഉള്ളിൽ വേറൊരു ഷെയ്ഡ് കൂടിയായിട്ട്. നെക്സ്റ്റ് നമ്മുടെ ഹെമിഗ്രാഫിക്സ് റെപ്പൻഡ, അതൊക്കെ പുതിയ പ്ലാന്റ്സ് ആണ് കേട്ടോ. ഇതൊക്കെ ആൻറ്റിയുടെ ഇപ്പോൾ പുതിയ കളക്ഷൻസ് ആണ്. പിന്നെ ഇതാ റേലിയ വെച്ചിട്ടുണ്ട്, വീണ്ടും ഹെമിഗ്രാഫിക്സ് വെച്ചിട്ടുണ്ട്, റോസുകൾ, അങ്ങനെ കുറേ ഉണ്ട്. ഒരുപാട് ലെങ്തി ആണ് തോന്നുന്നു വീഡിയോ. നിങ്ങൾക്ക് എന്തായാലും സ്കിപ്പ് ചെയ്യാൻ ഒരു പ്രവണത ഉണ്ടാകും, പക്ഷേ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ, മുഴുവനായിട്ടിരുന്ന് കാണുക. പിന്നെ നമ്മുടെ ഓർക്കിഡ്സ്, വൈറ്റ് ഓർക്കിഡ്സ്, പിന്നെന്താ ചെമ്പരത്തി, ഇതൊക്കെ നാടൻ ചെമ്പരത്തിയാണ് കേട്ടോ. പക്ഷേ ഇപ്പോൾ അധികം ആൾക്കാർ ഇതൊന്നും നോക്കുന്നില്ല എന്നാണ് തോന്നുന്നു. പക്ഷേ ഇവിടെ എല്ലാ വെറൈറ്റീസും നമുക്ക് കാണാൻ പറ്റും. പിന്നെ നിറയെ റോസ്, യെല്ലോ റോസ്, വൈറ്റ് റോസ്, ഇതൊന്ന് ലാഗ് അടിപ്പിക്കേണ്ട വിചാരിച്ചിട്ട് ഞാൻ പെട്ടെന്ന് ബ്രേക്ക് ചെയ്തിട്ട് വെമയെ മാറ്റുന്നത് കേട്ടോ. ഇനിയും വലിയൊരു സെക്ഷൻ കാണാനുണ്ട്, 2 എണ്ണമായിട്ടൊക്കെ ഡിവൈഡ് ചെയ്യണമെന്നൊക്കെ ഞാൻ വിചാരിച്ചു. എന്തായാലും ഇതാ മെഡ്രാസ് മുല്ല, എൻ്റെ ഒരു ചെറിയൊരു തൈ ഇവിടെ ഒരു ചട്ടിയിൽ ആയിട്ട് വന്നിട്ടുണ്ട്. ഓർമ്മകൾ ഓടക്കുഴലൂതി, അത്രയും നല്ല ഓർമ്മകളാണ് കേട്ടോ. അവിടെയൊക്കെ ഇരുന്നിട്ട് ഞങ്ങൾ പഠിക്കുകയൊക്കെ ചെയ്യുക, ഏറിയ ഡയലോഗൊക്കെ അടിക്കുന്ന സ്ഥലങ്ങളാണത്. പിന്നെ അതാ ഓടപ്പൂവ്, പിന്നെ ഒരു സ്റ്റാർ പൂവ്, അതിൻ്റെ പേരൊന്നും എനിക്ക് അത്ര ഓർമ്മയില്ല, അറിയില്ല കേട്ടോ. വയലറ്റ് ഷെയ്ഡുള്ളൊരു ഇതാണ്. ഇതൊക്കെ നല്ലോണം പൂത്തുലഞ്ഞ് നിൽക്കുന്ന സമയത്തായിരിക്കണമായിരുന്നു എടുക്കേണ്ടത് വീഡിയോ, പക്ഷേ എപ്പോഴെങ്കിലൊക്കെ ഒരു വ്ളോഗിൽ ഇടാം കേട്ടോ ഞാൻ. ഇനി നെക്സ്റ്റ് നമ്മുടെ രക്തമ്മയുടെ വീട്ടിലേക്കാണ് പോണത്. അടുത്ത ഒരു വല്യമ്മയുടെ വീട്. വല്യമ്മയാണ് ശരിക്കും അടിപൊളിയായിട്ട്. എനിക്ക് ചെറുപ്പത്തിൽ നമുക്കുള്ള ഓർമ്മകൾ എന്നൊക്കെ പറയുമ്പം എന്താ ഇവിടെ ഇഷ്ടം പോലെ ചെടികളാണ്. ഈ ഒരു ചട്ടികളൊക്കെ നിങ്ങൾ കാണുമ്പം വിചാരിക്കും ഇപ്പം വാങ്ങിയെല്ലാം കഴിഞ്ഞ വർഷം വാങ്ങിയെന്നൊക്കെ ഉള്ള ചട്ടിയാണ്. 30 വർഷം പഴക്കമുണ്ട്, എല്ലാം മൺചട്ടികളാണ്. അത്രയേറെ പഴക്കമുള്ള ചെടികളുമാണ് ഇവിടെ ഉള്ളത്. ഇതാ ചെമ്പരത്തിയൊക്കെ നിങ്ങൾ കണ്ടില്ല, അത്യാവശ്യം വലിയ ചെമ്പരത്തിയാണ് കേട്ടോ. ഇതൊക്കെ ഇവർ അങ്ങനെ ഭയങ്കര ടേക്ക് കെയർ എന്നൊന്നും പറയണില്ല. അതാ ഈ ഒരു സ്ഥലത്ത് മുഴുവൻ നമ്മുടെ പ്രിൻസ് ചെടികളാണ്. ഒരു എൻഡ് മുതൽ എൻഡ് വരെ അത് മൊട്ടയാക്കും. വർഷത്തിൽ എന്തായാലും പ്രൂൺ ചെയ്യും ഇങ്ങനെ. അപ്പോൾ അത് നല്ല ഭംഗിയുള്ളൊരു സ്റ്റേജ് കാണാൻ പറ്റിയില്ല, ഞാൻ വരുമ്പോഴത്തേക്കെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ചെറുപ്പത്തിൽ വൈകുന്നേരം ഇവിടെ വന്നിരിക്കുമ്പം ആൻറ്റി ഇത് ചെയ്യുന്നതും ഒക്കെയാണ് നമുക്ക് കാണാൻ പറ്റുക. ഇവിടെ വീണ്ടും ഫിലോഡെൻഡ്രോൺ, ഇതൊക്കെ ഒരുപാട് എനിക്ക് ഓർമ്മ വെച്ച സമയത്ത് മുതലേ ഉണ്ട് ഈ ഒരു ചെടി കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് ഇങ്ങനെ കൊണ്ട് നടക്കുകയാണ്. ഒരുപാട് ആന്തൂറിയം വെറൈറ്റീസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ചെടി ജമന്തി, ഇതിപ്പം ആൻറ്റി ഒരുപാട് കാലങ്ങളായി എന്ന് പറഞ്ഞു, പക്ഷെ പൂവിടാറേയില്ല. പക്ഷെ ഇപ്പം നിറയെ പൂവിട്ടുണ്ട്, കുറച്ച് ടൈം എടുക്കും. ഒരു സ്റ്റിക്കിനെ കൊണ്ടൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ നിറയെ മുട്ടുകളുണ്ട്, ബ്ലൂം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഫുള്ള് ബ്ലൂം ചെയ്യാൻ കാത്തു നിൽക്കുന്നില്ല. ഇത് നമ്മുടെ വളരെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബർ ആയിട്ടുള്ള നമ്മുടെ പത്മിനി ചേച്ചിയുടെ ഫേവറേറ്റ് ചെടിയാണ് കേട്ടോ. അപ്പോൾ അത് സ്പെസിഫൈ ചെയ്യാതിരിക്കാൻ പറ്റില്ല. പിന്നെ യെസ്റ്റർഡേ ടുഡേ ടുമോറോ, വളരെ സ്മെല്ലുള്ളൊരു ചെടിയാണ്. അതൊക്കെ ഞാൻ എൻ്റെ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്, എൻ്റെ കളക്ഷൻസിൽ കാണിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇതാ നമ്മുടെ വിഷ് ബോൺ ഫ്ലവർ അല്ലെങ്കിൽ നമ്മുടെ കാക്കാപ്പൂവ്. ഇതിൻ്റെ ഒരുപാട് ഷെയ്ഡ്സ് ഉണ്ട്, നിറയെ പൂക്കളും ഉണ്ട്. ഇതൊക്കെ ഫോട്ടോസ് ഞാൻ കുറച്ച് മുമ്പേ ഉള്ളത് ചേച്ചി അയച്ചു തന്നതാണ്, അപ്പം അങ്ങനെ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണ്. പിന്നെ ഇതവിടെ കോഴിപ്പൂവിൻ്റെ അടിപൊളി ഒരു കളക്ഷൻസ് തന്നെ ഉണ്ട് വല്യമ്മയ്ക്ക്. അപ്പോൾ വല്യമ്മയുടെ ഒരു കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഒക്കെ ഡള്ളായിപ്പോയിട്ടോ. ഇങ്ങനെയല്ലായിരുന്നു, ഇങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഫോട്ടോസ് ഞാൻ ഇടയ്ക്കൊന്ന് ഇട്ടതാട്ടോ, എല്ലാം കളക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല, വല്ലാതെ ലെങ്തി ആയിപ്പോവും വീഡിയോ. പിന്നെ വീണ്ടും കോളിയസ് ചെടികളുണ്ട്. ചെറുപ്പം മുതലേ ഇങ്ങനെ ഇതൊക്കെ കട്ട് ചെയ്ത് പ്രൂൺ ചെയ്ത് ഇപ്പോഴൊക്കെ അല്ലേ ഭയങ്കര സെറ്റപ്പ് കാര്യങ്ങളും, അത് ചെയ്യണം, ഫെർട്ടിലൈസർ അത് കൊടുക്കണം എന്നൊക്കെ നമ്മളിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പക്ഷേ പണ്ടുള്ളതൊന്നും അവർ സാധാരണ രീതിയിൽ കുറച്ച് ചാണകം ഉണ്ടാവുമായിരിക്കും വളമായിട്ട് ഇടുക, പിന്നെ വീട്ടിൽ അടുക്കളയിൽ നിന്ന് കിട്ടുന്ന വേസ്റ്റ് ഇതൊക്കെ തന്നെയാണ് ഇടുക. എന്നാൽ തന്നെ ഇഷ്ടം പോലെ ചെറുപ്പം മുതലേ നമ്മൾ കാണുന്നതാണ് ഇവരെ ഈ കട്ട് ചെയ്യുന്നതും അതുപോലെ പിടിപ്പിക്കുന്നതും വർഷത്തിൽ ചെയ്യുന്നത് നമ്മളിങ്ങനെ കാണാറുണ്ട്. ചിലപ്പോൾ അതൊക്കെ ആയിരിക്കും എനിക്കും ഒരുപാട് ഇൻട്രസ്റ്റ്. പണ്ടൊന്നും ചെയ്തിട്ടില്ല എങ്കിലും ഇപ്പോൾ ആ ഒരു ഇൻട്രസ്റ്റ് ശരിക്കും കയറി വരാൻ മെയിൻ ആയിട്ടുള്ള റീസൺ ഈ നമ്മളെ പണ്ടത്തെ ഇത് കൊണ്ട് തന്നെ ആയിരിക്കണം. ഇനി അടുത്തത് നമുക്ക് നല്ലൊരു ബിഗോണിയ വെറൈറ്റിയിൽ പെട്ടൊരു പ്ലാന്റാണ്, നല്ലൊരു പിങ്ക് ഫ്ലവറൊക്കെ ആയിട്ടുള്ള. ഈ ഒരു സെക്ഷനിൽ നമുക്ക് കാണാൻ പറ്റും പൈലിയ, വാട്ടർമെലൺ പൈലിയ അല്ലെങ്കിൽ അലൂമിനിയം പ്ലാന്റ് എന്നൊക്കെ പറഞ്ഞ് നന്നായിട്ട് ലഷായിട്ട് ഒരുപാട് ബ്രാഞ്ചസൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്ന ഡ്രസീനിയ ഗോൾഡ് ഡസ്റ്റ് എന്നൊക്കെ പറയുന്നൊരു വെറൈറ്റി. അങ്ങനെ ഒരുപാട് ചെടികളുണ്ട് കേട്ടോ. ഹെറേലിയ, പിന്നെ ഓൾട്രനാന്ത്രൻ്റെ ഒരു വെറൈറ്റി ഉണ്ട്.
ഇതാ വേറൊരു ഷെയ്ഡുള്ളൊരു ബിഗോണിയ, ഇത് നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ റോസ് ഉണ്ട്, വേറൊരു ബിഗോണിയ ഇതാ, ഇത് ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. പിന്നെ ഒരു സ്കെലാത്തിയ സെബ്രീന എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചെടി. പിന്നെ ഇതൊക്കെ എഗ്ലോണിമാസിൽ പെട്ടതാണ്. ഡിഫറെൻറ്റ് ബാഷിയേൻ്റെ കുറച്ച് വെറൈറ്റീസ് ഉണ്ട്. പിന്നെ വീണ്ടും ലിപ്സ്റ്റിക് പ്ലാന്റ് ഉണ്ട്. വീണ്ടും നമ്മളെ എഗ്ലോണിമ വെറൈറ്റി ഉണ്ട്. അങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഞാനിപ്പോൾ ഈ പേരുകളൊക്കെ പറഞ്ഞല്ലോ, പക്ഷേ ഈ പേരുകളൊന്നും ഇവർക്ക് അറിയില്ല കേട്ടോ. കോമൺ ആയിട്ടുള്ള സാധാരണ നമ്മൾ പറയണം, നമുക്ക് എല്ലാവർക്കും അറിയുന്ന പേരുകളൊക്കെയാണ് അറിയുന്നത്. നമ്മൾ കുറേ ചില പ്ലാന്റ്സൊക്കെ നമ്മൾ നന്നായിട്ട് സെർച്ച് ചെയ്യുമല്ലോ, ഇത് ഏതാ വെറൈറ്റി. ശരിക്കും നമുക്ക് പ്ലാന്റ് വയ്ക്കുമ്പോൾ ശരിക്കും അത് നമുക്കൊരു ഇത് പ്രത്യേകിച്ച് നിങ്ങൾ ചാനലിലൂടെ അല്ലെങ്കിൽ ഒരു വീഡിയോയിലൂടെ നമ്മൾ പറയുമ്പം പ്രത്യേകമായിട്ട് നമ്മൾ എന്തായാലും ആ ഒരു പേരുകളൊക്കെ പറയുമ്പോഴേ ആൾക്കാർക്കും എന്തെങ്കിലും ഒരു യൂസ്ഫുൾ ആയിട്ട് നമുക്ക് തോന്നുള്ളൂ. അല്ലാണ്ട് ചുമ്മാ അങ്ങനെ കാണിച്ചു പോകേണ്ട വിചാരിച്ചിട്ടാട്ടോ ഞാൻ ഇത് കുറേ ഇതിലെന്തെങ്കിലും ഒരു പേരുകൾക്കൊക്കെ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഈ തെച്ചിയൊക്കെ ഉണ്ടല്ലോ, ഒരുപാട് വർഷം പഴക്കമുള്ളതാട്ടോ. അതിങ്ങനെ ട്രിം ചെയ്ത് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ബുഷാക്കി ഇങ്ങനെ ഒരു കോട്ട പോലെ ആക്കിയിട്ടുണ്ട്. ശരിക്കും ഇതിൻ്റെ അടിയിലൊക്കെ പോയി നല്ല തണുപ്പാണ്. ഈ ആ ഒരു അടിയിലൊക്കെ വന്നിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ, നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ശരിക്കും നിങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യണം. ഞാൻ ശരിക്കും 2 വീഡിയോസായിട്ട് ചെയ്യാമെന്നൊക്കെയായിരുന്നു ആദ്യം വിചാരിച്ചത്. പിന്നെ വിചാരിച്ചു റിപ്പീറ്റ് ചെയ്തിട്ട് കാണിക്കണ്ടല്ലോ, നമുക്ക് ഒറ്റയടിക്ക് തന്നെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രയും ലെങ്തി ആവുന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഒന്നും സ്കിപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ കട്ട് ചെയ്യാനോ ഒഴിവാക്കാനോ എനിക്ക് തോന്നിയില്ല. എല്ലാം നല്ല ഭംഗിയാണ്. പിന്നെ വേറെ ആളെയൊക്കെ വെച്ചിട്ടൊന്നുമല്ല ചെയ്ത്, ഇവർ തന്നെയാണ് മാറ്റി നിറയ്ക്കുകയൊക്കെ ചെയ്യുക. റീപോട്ടിങ്ങും എന്നൊക്കെ എല്ലാ വർഷവും റീപോട്ടൊന്നും ചെയ്യില്ല. മേൽമണ്ണ് ആൻറ്റി വലിയമ്മ പറയണ കേട്ടതാണ്, മേൽമണ്ണ് ഇളക്കി കൊടുത്തിട്ട് ഇങ്ങനെ പുതിയ നല്ല വളം കൂട്ടിയിട്ടുള്ള മണ്ണ് ഇട്ട് കൊടുക്കുകയാണ്. അത് മാത്രമാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പച്ചക്കറീൻ്റെയൊക്കെ വേസ്റ്റ് കൊണ്ട് മുരട്ടിലിടും. ഒരു കൺക്ലൂഷൻ എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു വീഡിയോ ഇത്രയും നേരം കണ്ട വ്യക്തികളോടാണ് എനിക്ക് വളരെ പേഴ്സണലായിട്ട് പറയാനുള്ളത്. ബിഗിനേഴ്സിന് പ്രത്യേകിച്ച് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഞാൻ ഈ ഒരു ഷൂട്ട് ചെയ്തത് ഒരു മിഡിലൊക്കെ എത്തിയപ്പോഴാണ് ഞാൻ ഷൂട്ട് ചെയ്യാമെന്ന് ഇവർക്ക് മനസ്സിലായത്. അപ്പം ശരിക്കും തലേന്ന് വിളിച്ചിട്ടോ അല്ലെങ്കിൽ അന്ന് വിളിച്ചിട്ടോ ഞാനിങ്ങനെ ഷൂട്ട് ചെയ്യാൻ വരുന്നുണ്ടെന്നോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് വീഡിയോ എടുത്തത്. പക്ഷേ എപ്പം പോയാലും ചെടികൾ ഇങ്ങനെ വളരെ വൃത്തിക്ക് അറേഞ്ച് ചെയ്തിട്ടിരിക്കും. അതാണ് യഥാർത്ഥമായിട്ടുള്ള ഒരു ഗാർഡനർ അല്ലെങ്കിൽ ചെടികളോട് ഇഷ്ടമുള്ളവരെന്ന് പറയുന്നത്. ഞാനൊക്കെ ചില സമയത്തൊക്കെ ചിലപ്പോൾ മറന്നു പോകും കേട്ടോ. നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് ഏരിയാസ് ചെടികളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഇടയ്ക്ക് സ്കിപ്പ്. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമല്ല, എപ്പം പോയാലും ഇങ്ങനെയാണ്, എപ്പോഴും അങ്ങനെ എന്നാലും നിൽക്കട്ടെ. ഒരുപാട് സന്തോഷമുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് താങ്ക്സ് ഉണ്ട് വല്യമ്മമാരോട്. ഇതൊക്കെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചതിനെ കൊണ്ടല്ലേ എനിക്കൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്കിത് കാണിക്കാൻ പറ്റിയത്. നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.